ഇന്നലത്തെ വീഡിയോയിൽ അനിയേട്ടൻ തിരിച്ച് പോകുന്നതല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതാ അനിയേട്ടൻ പോയ പാടന്നെ ഞാനും കുറച്ച് പായസം എടുത്ത് കുടിച്ചിട്ടോ. പിന്നെ ഇത് തനിമോക്ക് വേണ്ടിയിട്ട് അമ്മ പുഴുങ്ങി വെച്ചതായിരുന്നു കേട്ടോ പഴം. അപ്പോൾ അത് ഞാൻ എടുത്ത് കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആദ്യക്കുട്ടിനും തനിമോളാണെന്നുണ്ടെങ്കിൽ മത്സരിച്ച് കസാലയ്ക്ക് വേണ്ടി തല്ലും കൂടിയാണ് കേട്ടോ ടി വി കണ്ടുകൊണ്ട് നിൽക്കുന്നത്. അതാണ് ഞാനിങ്ങനെ ഒരു വേറെ രീതിക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. പിന്നെ ഇത് ഞങ്ങൾക്ക് മഷ്റൂം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് വല്യമ്മ കൊണ്ടുവന്ന് തന്നതാണ്. അപ്പോൾ അത് ഞാൻ കണ്ടപ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റിയിൽ നോക്കുകയാണ്. കാരണം വെച്ചാൽ ഞാൻ ഇതുവരെ കഴിക്കാത്തൊരു സാധനമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഞാൻ കാട്ടുന്ന പോലെ തന്നെ തന്മോളൊന്ന് നോക്കുകയാണ്. ഇവർക്ക് ഇത് എന്താണെന്നൊരു ഐഡിയ ഒന്നും ഇല്ലെങ്കിലും ഞാൻ കാട്ടുന്ന പോലെയൊക്കെ ഒന്ന് കാട്ടി. അങ്ങനെ അതൊക്കെ അവിടെ വെച്ചിട്ട് പിന്നെ ഞാൻ വേഗം മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടോ. കാരണം ആദ്യക്കുട്ടിന് ചോറ് വയ്ക്കുന്നതൊക്കെ നേരത്തെയാണ് കേട്ടോ. അപ്പോൾ അവന് ചോറ് കൊടുക്കാൻ വിചാരിച്ചിട്ട് നിന്നു. കാരണം ഇന്നത്തെ ഒരു ദിവസം ഞാൻ കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ആദ്യത്തെ ഉരുള കൊടുത്തപ്പോൾ ഉള്ളൊരു കാട്ടിലാണ് ഇത്. കാരണം ഒരു പൊസസീവ്. കാരണം ഞാൻ അവന് കൊടുക്കുന്ന നേരത്തെ വേഗം പോയി തെറ്റിപ്പോയി കിടക്കണം കേട്ടോ. ഇത് അവർക്ക് എന്തിനും പതിവുള്ളതാണ്. എന്ത് കണ്ടാലും വേഗം പോയി തെറ്റിപ്പോയി കിടക്കൽ. അങ്ങനെ ഫുഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് ഇവർ രണ്ടുപേരും കാണിക്കാതെ ഞാൻ വേഗം സിറ്റൗട്ടിൽ വന്നിരുന്ന് ഒഴിഞ്ഞു പോയിരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അമ്മ മൈസൂർ പായം കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചേച്ചി വന്നിട്ട് പറഞ്ഞു നമുക്ക് തന്നെ സിറ്റൗട്ടിൽ കുറച്ച് സമയം ഇരിക്കാറുണ്ട്. അങ്ങനെ സിറ്റൗട്ടിൽ വന്നിരിക്കുമ്പോഴാണ് തനിമോൾ കുറച്ച് പേപ്പർ ഗ്ലാസ് കൊണ്ടുവരുന്നത് കേട്ടോ. അങ്ങനെ അവൾ അതും കൊണ്ട് കളിക്കുന്നുണ്ട്. അവൾ ഓരോ വലിയ വലിയ വർത്താനങ്ങൾ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഒന്നിച്ചാണെന്നുണ്ടെങ്കിൽ അവളെ മൂപ്പിച്ചുകൊണ്ടേ നിൽക്കുകയാണ്. അവളെ വർത്താനം കേൾക്കാൻ ഒന്നിച്ചിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവളെ മൂപ്പിച്ചുകൊണ്ട് ഓരോന്ന് കേട്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. എസ്പെഷ്യലി അവളെ ബർത്ത്ഡേ ആവാനായിട്ടുണ്ട് കേട്ടോ. സെക്കൻഡ് ബർത്ത്ഡേ ഈ മാസം 24-ാം തീയതിയാണ് അവളുടെ ബർത്ത്ഡേ വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുകയാണ് കേട്ടോ അവളോട്. അപ്പോൾ എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടതെന്ന് ചോദിച്ച സമയത്ത് ആദ്യം തന്നെ അവൾ പറഞ്ഞ കേക്ക് എന്നാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ട് അതിശയിച്ച് നിൽക്കാണ്ടോ ഉന്നയിച്ച്. അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഞങ്ങൾ കുട്ടിച്ചൻ്റെ കുട്ടികളൊക്കെ കളി കഴിഞ്ഞിട്ട് മുന്നിൽ കൂടെ അങ്ങനെ പോണത് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ അവരൊരു പടക്കം പൊട്ടിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ആയപ്പോൾ പിന്നെ ശുഭം. തനിമോളെ ഹാപ്പി ബർത്ത്ഡേക്ക് എന്ത് ഗിഫ്റ്റാ വേണ്ടത്? അങ്ങനെ അവിടെ ഒരുപാട് സമയം നിന്ന് ഇനി ഫുഡൊന്നും കഴിക്കാനാവില്ല, വയറ് ഫുള്ളാന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് അമ്മ നിർബന്ധിച്ച് കഴിപ്പിച്ച് കേട്ടോ. അപ്പം ഇന്ന് വന്ന് നോക്കിയപ്പോഴാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫേവറേറ്റ് സാമ്പാറും അതുപോലെ തന്നെ പയറുപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് ഫുഡ് എടുത്ത സമയത്താണ് ഈ ഒരു കാഴ്ച കേട്ടോ. ഇവർ രണ്ടുപേരും കൂടി എന്തെങ്കിലും ഒരു സാധനത്തിന് അടി കൂട്ടുന്നത്. അങ്ങനെ അച്ഛൻ അതൊക്കെ സോൾവ് ആക്കി കഴിഞ്ഞിട്ട് ഒരാൾക്ക് ഗ്രീൻ പീസ് വെള്ളത്തിലിടാനുള്ളതും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആദ്യക്കുട്ടനാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ മേടിയോട് നിൽക്കുന്നുണ്ട്. പപ്പടം ഇട്ട് വയ്ക്കുന്ന പാത്രമാണിത്. അമ്മയാണെന്നുണ്ടെങ്കിൽ അവളോട് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടോ എന്ന് പറഞ്ഞിട്ട് വെറുതെ തമാശയ്ക്ക് പറഞ്ഞ് ഗ്രീൻ പീസ് ഒരു കവറിലും അതുപോലെ തന്നെ ഡവറിയും കൊടുത്തതാണ് കേട്ടോ. അതും മെയിനായിട്ട് നിൽക്കുകയാണ്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ പുളി കാട്ടിയത് വേറെ ഒന്നുമല്ല, അമ്മ ഉണ്ടാക്കിയിട്ട് അച്ചാറാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം കൂട്ടി കഴിക്കാനായിട്ടുള്ള അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നാൾക്ക് ശേഷം അമ്മേൻ്റെ ഫുഡ് കഴിക്കുമ്പോൾ ഒരു ഫീല് പിന്നെ പറയണ്ടല്ലോ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനത് ഒരു ഫേസ് മാസ്ക് അപ്ലൈ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ. അത് ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ് ഇത് കിട്ടുക. കണ്ടോ നിങ്ങൾ എൻ്റെ ഫേസിലുള്ള ഒരു ഗ്ലോ കണ്ടോ നിങ്ങൾ. അത് കഴിഞ്ഞിട്ട് വേറൊരു സംഭവം കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പോയി കിടക്കാൻ നിൽക്കാറുണ്ട്. അപ്പോൾ സമയം ഇപ്പോൾ ഒരു 10:30 ആയിട്ടുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നേരത്തെ കിടക്കും കേട്ടോ. ഞാൻ വോയിസ് ഓവർ എടുക്കുന്ന സമയത്ത് ഒരു കിളി എൻ്റെ അടുത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.